ഹലോ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് ഫാഷൻ മലയാളിയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഡ്രാഗൺ മോട്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. ഡ്രാഗൺ മോട്ട് എന്ന് പറഞ്ഞൊരു മോളാണ്. അപ്പോൾ ഇത് ഡ്രാഗൺ മോട്ട് 1 ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു വലിയ ചൈന മാർക്കറ്റ് പോലാണ്. ഇവിടുത്തെ ഗവൺമെൻറ് അവിടെ ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ വിൽക്കാനായിട്ടുള്ളൊരു പ്രത്യേക മോൾ അനുവദിച്ചിരിക്കുകയാണ്. അപ്പം ചൈനീസ് ഐറ്റംസ്, ചൈനയിൽ നിന്ന് വരുന്ന എല്ലാ ഐറ്റംസും നമുക്കവിടെ കുറച്ച് ചെറിയ വിലയിലൊക്കെ കിട്ടും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ, ഡ്രാഗൺ മോട്ട്ന്ന് താഴെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ മേളിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനെ ഡ്രാഗൺ മോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രാഗണിൻ്റെ ഷേപ്പിലെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ലല്ലോ, ഏകദേശം അതുപോലൊക്കെ വളഞ്ഞും തിരിഞ്ഞും ഒരു വലിയൊരു മോളാണ്. പിന്നെ എൻ്റെ നേരെ മുന്നേ തന്നെ കണ്ടില്ലേ ആ വലിയ ഫൗണ്ടൻ, അതും ഒരു ഗ്ലോബ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ ചുറ്റി ഇങ്ങനെ ഒരു ഡ്രാഗൺ വെച്ചുള്ളൊരു വാട്ടർ ഫൗണ്ടനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവർ. അതും കാണാനൊരു രസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫൗണ്ടനാണ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, അതിൻ്റെ ഒരു ഗ്ലോബ് പോലെ, ഒരു ഗോൾഡൻ ഗ്ലോബ് പോലെ. പിന്നെ അതിൻ്റെ ദേഹത്ത് വെള്ളം അടിക്കുന്നതും എന്തോ അതുപോലത്തെ ഒരു ഡ്രാഗൺ പോലത്തെ ഒരു സാധനം ഈ ചൈനയുടെ കടകളിലൊക്കെ നമുക്ക് കാണാം, ചൈനീസ് മൂവീസിലൊക്കെ കാണാം അത്രയും ഒരിതും. പിന്നെ അത് കയറുന്നിടത്തും കണ്ടില്ലേ ആ തൂണുകൾ, 2 തൂണുകളും, അതിലും ഈ എന്തൊക്കെയോ ചൈനീസ് ആർട്ടൊക്കെയാണ്, എന്തൊക്കെയോ വരച്ച് വെച്ചേക്കുന്നതൊക്കെ. ഈ ചൈനീസ് കൺട്രിയിൽ നമ്മൾ പോയാൽ വോളിലൊക്കെ കാണുന്ന അത്രയും കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും ആ കളറും ഒക്കെയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കയറിയ ഉടനെ ഇതാണ് അതിൻ്റെ എൻട്രിയിലെ സ്ഥലം. പിന്നെ അതിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് ട്രോളി വേണമെങ്കിൽ എടുക്കാം. നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് ട്രോളി തരും, നമുക്ക് തന്നെ ഉന്തിക്കൊണ്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരാളിനെ വെച്ച് ഉന്തിക്കാം. ഇത് അവിടെ തന്നെ എൻട്രൻസിൽ തന്നെ ഉള്ളൊരു വോളാണ്, അവിടുത്തെ ഒരു പെയിൻറ്റിംഗ് ആണ്. കണ്ടില്ലേ, കുറേ ചൈനീസ് ഹിസ്റ്റോറിക്കൽ പെയിൻറ്റിങ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു, ഗോൾഡൻ ആൻഡ് ബ്ലാക്കിൽ ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി. അതിനൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ബിക്കോസ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് അറിയില്ല. പക്ഷെ അത് കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നു, നമ്മൾ ചൈനീസ് മൂവീസിലൊക്കെ കാണുന്ന പോലെയും. പിന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമേസിലും ഈ ചൈനയൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ മോഹൻലാലിനെ നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുള്ള എന്തോ ഇട്ടിമാണിയിൽ. പിന്നെ ഇത് കണ്ടില്ലേ, വിഗ്സാണ്, കളർഫുൾ വിഗ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ട്രൈ ചെയ്യാനൊന്നും അവർ തരത്തില്ല, ബിക്കോസ് തലയിലൊന്നും വയ്ക്കാൻ തരത്തില്ല. പിന്നെ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, നമ്മൾ വെച്ച് നോക്കിയാലല്ല നമുക്ക് ചേരുന്നുണ്ടോ എന്ന് അറിയത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോഴാണ് കുറേ ടോയ് ഷോപ്സും കുറേ അങ്ങനത്തെ കണ്ട്. ഈ ലബൂബു, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ചൈനീസ് ഐറ്റംസ് ആണ്. അപ്പം ഒറിജിനൽ ആണോന്നും നമുക്കറിയില്ല. ഇത് ലബൂബുവിൻ്റെ ഒരു വലിയ ലബൂബു, ഇതൊന്നും ഒറിജിനൽ അല്ല. അല്ലാത്ത ചെറിയ ചൊട്ട ഈ നമ്മൾ ഒറിജിനലിനെ വെല്ലുന്ന അല്ലാത്ത ലബൂബൂസും അവിടെ ഉണ്ടായിരുന്നു ടോയ് ഷോപ്പിൽ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ നിന്ന്. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ കുറേ ഈ സ്പൈസസിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. എല്ലാ സ്പൈസസും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സ്റ്റോറായിരുന്നു തോന്നുന്നത്, എനിക്കിപ്പോൾ എക്സാക്ട്ലി ഓർമ്മയില്ല. പക്ഷേ എല്ലാ ഇന്ത്യൻ സ്പൈസസും അവിടെ ഉണ്ടായിരുന്നു. നമുക്കതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് നോക്കി എന്തൊക്കെയുണ്ട് ഇൻ കേസ് എന്തെങ്കിലും വാങ്ങണമെങ്കിലേ. പിന്നെ നമ്മുടെ ഒരു മെയിൻ ഒരു എയിമായിരുന്നു, നമുക്കൊരു ലൈറ്റ് വാങ്ങണമായിരുന്നു, നമ്മുടെ മൊബൈലിന് വേണ്ടിയിട്ടുള്ള റിംഗ് ലൈറ്റ്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നോക്കി കുറേ കടകളിലൊക്കെ കയറി അതിൻ്റെ. പിന്നെ കുറേ കടകളിൽ കയറി അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഇതൊരു ഫാനാണ്, ഫേസിലിങ്ങനെ ഈ സെലിബ്രിറ്റീസൊക്കെ കൊണ്ട് നടക്കത്തില്ലേ, അവർക്ക് ചൂടെടുക്കുമ്പം കയ്യിൽ ഹാൻഡി ഫാൻ. അപ്പോൾ ആ പുള്ളി എന്നെ കാണിക്കുമായിരുന്നത് ഹാൻഡി ഫാനാണ്, അതിൻ്റെ ഡെമോ ഒക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പം ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഈ ഡിഫ്യൂസർ എന്ന് പറയുന്ന സാധനമാണ്. അതിൽ ഈ സ്പ്രേ, എന്തോ ഒരു മണമുള്ള ഫ്രേഗ്രൻസ് ലിക്വിഡ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ നല്ല സ്മെല്ല് വരും മുറിക്കകത്തെല്ലാം, അതിനുള്ള സാധനമാണ് ഡിഫ്യൂസർ. പിന്നെ ഇതൊക്കെ കുറേ എന്തൊക്കെയോ ലൈറ്റ് കടകൾ, ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ റിംഗ് ലൈറ്റ് നോക്കി പോയതാണ്. അപ്പം സൈഡിലെല്ലാം ഫുള്ള് ലൈറ്റ്സിൻ്റെ കടകളായിരുന്നു, പലതരം ലൈറ്റ്സും ഡിഫ്യൂസറും. പിന്നെ അതിൻ്റെയൊക്കെ മണം അവിടെ എല്ലാം അങ്ങ് പടർന്ന് കിടക്കുമായിരുന്നു, പലതരം മണം. അത്ര ഭയങ്കര തലവേദനിക്കുന്ന മണമാണ് സത്യം പറഞ്ഞാൽ, അതുപോലെ മണക്കുമായിരുന്നു അവിടെ എല്ലാം.
പിന്നെ നമ്മൾ ഈ റിംഗ് ലൈറ്റ് തപ്പിത്തപ്പോൾ തന്നെ ലൈറ്റ് സെക്ഷനിൽ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ നടക്കുമായിരുന്നു. കുറേ കടകളിലൊക്കെ നമ്മൾ കയറി. ഇത് ഒരു എന്താ പറയുന്നത്, ജസ്റ്റ് ഒരു ഹോം ഡെക്കോർ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടില്ലേ, ഇങ്ങനെ ലൈറ്റ്, അത് കാണുന്ന തുണിയാണ്. അതൊരു ഇങ്ങനെ തുണി നമുക്ക് തീ കത്തുന്ന പോലെ തോന്നും. പിന്നെ അതിന് തറയിൽ കണ്ട ഒരു ഡാൻസ് ഫ്ലോർ പോലത്തെയാണ്. ഇതൊരു ടോയ് ഷോപ്പാണ്. അപ്പോൾ വെളിയിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന പാവകളെ കണ്ട അസലി കൊച്ചു പെൺകുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഇരിക്കുന്നവർ തോന്നിയപ്പോൾ നമ്മൾ അതിലോട്ട് കയറി ചുമ്മാ ഒന്ന് നോക്കി, എൻ്റെ പ്രൈസൊക്കെ ഒന്ന് നോക്കി, വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അത്ര ഒറിജിനലിനെ വെല്ലുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ, തൊട്ടിയിൽ വരെ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കാണാനും. ആൻഡ് ഡോൾസൊക്കെ ആണെങ്കിൽ എന്തോ ഒരു ക്യൂട്ടായിരുന്നു. എസ്പെഷ്യലി ഈ പച്ച ഡോളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിത്ത് കേളി ഹെയർ, നല്ല ഭംഗിയായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. ഇങ്ങനെ ഡിംപിൾസൊക്കെ, ചുഴി ഇങ്ങനെ കവിളിൽ ചുഴി വരെയുള്ള ഡോൾസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. നമ്മൾ കുറേയൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഇറങ്ങി. പിന്നെ ഇതെന്തോ ഷ്രഗാണ്. അപ്പോൾ അവരെന്തോ ഈ മുസ്ലിംസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എനിക്ക് വേണമെന്ന് ചോദിക്കാമെന്നതിൽ ഞാൻ എനിക്ക് വേണ്ട, ഞാൻ ഇടാറില്ല. പിന്നെ നമ്മൾ അവിടെ തന്നെ കുറേ നമുക്ക് വീട്ടിലേക്ക് വേണ്ട നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. ചൈനീസ് ഐറ്റംസ് ആണെന്നാണ് നമ്മളോട് പറയുന്നത് അവർ. പിന്നെ ഇതൊക്കെ ഷാൻലിയർ ഷോപ്സാണ്. ഒത്തിരി കണ്ടില്ലേ ഷാൻലിയേഴ്സൊക്കെ ഉള്ള. എനിക്ക് തോന്നുന്നു ഇവിടെ നാട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് ഇവിടുന്ന് കുറേയൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം. ബിക്കോസ് അത്ര ഭംഗിയുള്ള ലൈറ്റ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ ഷോപ്സിലൊക്കെ ഇരിക്കുന്ന പോലത്തെ അതിനെ വെല്ലുന്ന ഡിസൈൻസാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്, ഈ ഷാൻലിയർ ഷോപ്സിലൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് അഫോർഡബിൾ, നാട്ടിലെക്കാട്ടിയൊക്കെ കുറച്ച് അഫോർഡബിൾ റേറ്റിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാം അങ്ങനെ പ്രൈസൊന്നും ഒത്തിരി ഒന്നും കയറി ചോദിച്ചില്ല. നമ്മൾ ചുമ്മാ ഒന്ന് കയറി കണ്ടതൊക്കെ ഉള്ളൂ. അതൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ, ബിക്കോസ് ലൈറ്റ്സൊക്കെ കാണാൻ അതുപോലെ ഭംഗിയായിരുന്നു. വളഞ്ഞും തിരിഞ്ഞും പല ഷേപ്സിലുള്ള ലൈറ്റ്സ് ആയിരുന്നു അവിടെ ഇരുന്നത്. പിന്നെ ഷാൻലിയർ മാത്രമല്ല, നമുക്ക് ഈ വാൾ ഹാങ്കിങ്, സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കാവുന്ന ലൈറ്റും എന്തൊക്കെയൊക്കെയോ വെറൈറ്റി ഓഫ് ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ അവിടെ ഉള്ളത്. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഞാനിങ്ങനെ ഒരു വിൻഡ് ചൈം കണ്ട്. എനിക്കൊരു വിൻഡ് ചൈം വേണമായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു, ഓൾറെഡി പൊട്ടിപ്പോയി. പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഒരെണ്ണമേ അവിടെ ഉള്ളായിരുന്നു. പിന്നെ അവിടെ കുറേ ഗാർഡൻ അക്സസറീസും ഈ കാർപ്പറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗ്രാസ് കാർപ്പറ്റ്, അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതും ഒരു ഈ ഹോം ഡെക്കോർ ടൈപ്പ് ഷോപ്പ്. ഇത് കണ്ടില്ലേ, ഇപ്പം പലരും ഇങ്ങനെ വിൻ്റർ തണുപ്പൊക്കെ ഉള്ള കൺട്രീസിൽ കൂടുതൽ ആൾക്കാർ ഇതിങ്ങനെ ഡ്രോയിങ് റൂമിലൊക്കെ വെക്കുന്ന സാധനം. ചെറിയൊരു ചൂടും തരും, കണ്ടില്ലേ അസൽ കനൽ ഇങ്ങനെ ഇരുന്ന് കത്തുന്ന പോലെ തോന്നും. അത് ഭയങ്കര ഭംഗിയാണ്, അടുത്തൂടെ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ. അത് നമുക്ക് ഒറിജിനലായിട്ട് കനൽ കത്തുന്നതായിട്ടേ തോന്നത്തുള്ളൂ. ഇതൊക്കെ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെയാണ്, കണ്ടാൽ ആർട്ടിഫിഷ്യൽ ആണെന്നേ തോന്നത്തില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി ഫുള്ളൊക്കെ ഒന്ന് നോക്കി. കുറേ ചെറിയ ചെറിയ പ്ലാന്റ്സും തൂങ്ങുന്ന ഇങ്ങനെ ഹാങ്കിങ് പ്ലാന്റ്സും എല്ലാം എക്ദം ഒറിജിനൽ പോലെ തന്നെയാണ് അതൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ ചട്ടികളൊക്കെ കണ്ടില്ലേ, ചട്ടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒറിജിനൽ പ്ലാന്റ്സ് നടാനുള്ള ചട്ടികളാണ് ഈ വിൽക്കാൻ വെച്ചേക്കുന്നത്. എന്തൊരു വലിയ വലിയ ചട്ടികൾ. നമുക്ക് ഈ വലിയ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ, ഇൻഡോർ പ്ലാന്റ്സിനുള്ളതാണ് കൂടുതലും കേട്ടോ ഈ ചട്ടികളൊക്കെ. നല്ല ഭംഗിയുള്ള ചട്ടികൾ. ഇതൊന്നും വെളിയിൽ വെച്ചാൽ അഴുക്കായിപ്പോവും. അപ്പോൾ മോസ്റ്റ്ലി അകത്ത് വയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. കൊച്ചു ചെടികളും അല്ലാത്ത നമുക്ക് വാസിൽ വെക്കാവുന്ന ചെറിയ ചെറിയ പൂക്കളുള്ള ചെടികളും വലിയ ഇലകളുടെ ചെടികളും വലിയ മരങ്ങൾ വരെ ആർട്ടിഫിഷ്യൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വെളിയിലാണെങ്കിൽ നോക്കിയപ്പോൾ വലിയ വാഴയില പോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ഒലിവ് ട്രീ, നമ്മുടെ ഈ ഒലിവ് പഴം വരുന്നുണ്ടല്ലോ, അത് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതെനിക്ക് പ്രത്യേകപരമായിട്ട് തോന്നി. അതിലിങ്ങനെ ഒലിവ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ഇത്. പിന്നെ അവിടെ ഒരു പെർഫ്യൂം ഷോപ്പ്. അവരിങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ അവരിങ്ങനെ ഒരു കാർഡിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മളോട് ഇങ്ങനെ സ്മെൽ ചെയ്ത് നോക്കാൻ പറയും, ഇഷ്ടമുള്ള വാങ്ങാൻ പറയും. അങ്ങനെ പലരും അങ്ങനെ വന്ന് അതിലിപ്പോൾ ഇത് പ്രേണ് എന്തോ അത് മണപ്പിച്ചപ്പോൾ പ്രേണ് ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രേണ് അവിടെ നിന്ന് ഒരു 2 സ്പ്രേ വാങ്ങി. ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു, നാട്ടിൽ പോകുമ്പോൾ അങ്ങനെ വാങ്ങി 2 എണ്ണം. ആക്ച്വലി അവർ 5 എണ്ണം അങ്ങനെ എന്തോ ഡിസ്കൗണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ 2 എണ്ണേ വാങ്ങിയുള്ളൂ, ഒരുപാട് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വേറെ ഷാൻലിയർ ഷോപ്സാണ് ഇത്, വേറെ ലൈറ്റുള്ള ഷോപ്സ്. ഓരോ ഷോപ്സിലും നമുക്ക് വെറൈറ്റി ലൈറ്റ്സാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ ഇത് കണ്ടില്ലേ, ഒരു മിക്കി മൗസ് ടൈപ്പ്. അത് ലൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് ഒരു ഹോം ഡെക്കോർ മതിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മൂലയ്ക്കൊക്കെ തരുന്നത് കണ്ടില്ലേ, തിളങ്ങുന്ന കണ്ടില്ലേ ആ മിക്കി മൗസൊക്കെ, വലിയ ചെവിയൊക്കെ ഉള്ള
അത് ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഞാനത് കുറേ നേരം അവിടെ കണ്ടുകൊണ്ട് നിന്നു. ബിക്കോസ് അത് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി. ആ ഒരു ടെഡി ബെയർ പോലത്തെ ചെവിയൊക്കെ വെച്ച സാധനം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈറ്റ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റിംഗ് ലൈറ്റ്സും ഈ ഇങ്ങനെ സ്പൈറൽ ലൈറ്റ്സൊക്കെ എന്തൊക്കെയൊക്കെയോ ടൈപ്പ്. പിന്നെ ഈ കിളിക്കൂട് പോലത്തെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിളിക്കൂട് തിരിഞ്ഞ് തൂങ്ങി കിടക്കുന്നതിനകത്തൂടെ ലൈറ്റ്സ്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം പൂക്കൾ പോലത്തെയൊക്കെ ഷാൻലിയേഴ്സ്. പിന്നെ ഇതൊക്കെ ഹോം ഡെക്കോറുകൾ. ഈ ലൈറ്റല്ല ഇതൊക്കെ എനിക്ക് ഈ ലിയപ്പാടൊക്കെ അല്ലേ, എന്താ പറയുന്നത്, ചീത്ത എന്നൊക്കെ പറയും ഹിന്ദിയിൽ, ആ സാധനം തോന്നുന്നു. അങ്ങനത്തെയൊക്കെ ജാഗ്വാറൊക്കെ അങ്ങനത്തെ കുറേ ഹോം ഡെക്കോറുകൾ, ഭയങ്കര തിളങ്ങുന്ന ഹോം ഡെക്കോറുകളൊക്കെ. ഇത് പിന്നെ നമ്മളൊരു പ്ലെയിൻ ടീഷർട്ട് കൊടുത്ത് അവരിങ്ങനെ ഇത് പ്രിൻറ്റ് ചെയ്ത് തരും. ഈ രാത്രിയിലൊക്കെ തിളങ്ങുന്ന പ്രിൻ്റ് ഉണ്ടല്ലോ അത്. അല്ലാതെ നമ്മൾ മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അവരുടെ അവിടെ തന്നെ ടീഷർട്ട്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്കതിൽ അതിൻ്റെ പ്രിൻറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഷോപ്പായിരുന്നു അത്. പിന്നെ ഇത് എന്തോ ചുമ്മാ ഒരു ഡിസ്പ്ലേ പോലത്തെ ഒരു സാധനം. അത് നമ്മൾ കണ്ടുകൊണ്ട് നമ്മളതിൻ്റെ വീഡിയോ എടുത്തതേ ഉള്ളൂ. ബിക്കോസ് ഇങ്ങനത്തെ ഒരു സാധനം ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. ചുമ്മാ എന്തോ ഒരു കമ്പ് പോലെ ഇരുന്ന് ഒരു വലിയ മിററൊക്കെ വെച്ച് അതിലിങ്ങനെ എന്തോ ഡിസ്പ്ലേ പോലൊക്കെ വരുന്നുണ്ട്. അപ്പം ചുമ്മാ എൻ്റെ വീഡിയോ ഒന്ന് എടുത്തു. എന്തൊക്കെയോ ഈ 3D ഡിസ്പ്ലേ പോലൊക്കെ ഡൈനോസർ പോലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതിൽ കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മുമ്പോട്ട് കുറേ നടന്നു. അവിടെ കുറേ സ്നാക്ക് ഷോപ്സ് ഒക്കെ ഉണ്ട്. ബിക്കോസ് ഇത് ഒത്തിരി വലിയൊരു മോളായതുകൊണ്ട് ഈ ഒത്തിരി നടന്നുണ്ടല്ലോ ആൾക്കാർക്ക് ദാഹവും വിശപ്പും ഒക്കെ വരും. അതുകൊണ്ട് അതിന് വേണ്ടി ഇടവേളകളുടെ ആശ്വാസത്തിന് വേണ്ടി അവിടെ കുറേ ഇങ്ങനെ കഴിക്കാനുള്ള ഈറ്ററി ഷോപ്സൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ജ്യൂസും അത് ഇതുമൊക്കെ. പിന്നെ കുറച്ച് അറബിക് ഫുഡൊക്കെ വിൽക്കുന്ന കടകളും അങ്ങനത്തെ എന്തൊക്കെയോ സ്വീറ്റ്സ് ഷോപ്സും ഒക്കെ ഉണ്ട്. അബായ ഷോപ്സും അങ്ങനത്തെ ഒത്തിരി കടകളുണ്ട്. ഈ പുള്ളി പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്താന്നൊക്കെ ആദ്യം പുതിയ ചാനലാന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം. പുള്ളി ഏതോ ഒരു കൺട്രിയിൽ നിന്നായിരുന്നു, ലെബനോണിൽ നിന്നായിരുന്നു തോന്നുന്നു പുള്ളി. അപ്പോൾ കൈയൊക്കെ തന്ന് നല്ലതായിട്ട് സംസാരിച്ച് ഫ്രണ്ട് കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞ് ഞാനെടുത്ത് വെച്ചേക്കാം ഫോട്ടോ, ഞങ്ങൾ വലിയ വ്ളോഗറൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് ആൾക്കാരെ കാണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട്. നമുക്കിങ്ങനെ നമ്മളോട് സ്ട്രേഞ്ചേഴ്സ് ഇങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും ഹാപ്പിയായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അതിനുശേഷം നമ്മളിങ്ങനെ വീണ്ടും ഇഷ്ടം പോലെ ഷോപ്സാണ് അവിടെ. നമ്മുടെ ക്രോക്സിൻ്റെ ഒക്കെ ഷൂ ഇല്ലേ, അതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഈ ബാഗ്സാണ് ഇതപ്പം. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് സിപ്പ് ഒന്നുമില്ല, അത് ഓപ്പൺ ആണ് മേളിൽ നിന്ന്, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് പോലും ഇല്ല. അപ്പം അങ്ങനത്തെ ഓപ്പൺ ബാഗ്സ് മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഈ നമ്മൾ വല്ല ബീച്ചിൽ പോകുമ്പോഴോ വല്ല ആഹാരം എടുത്തുകൊണ്ട് പോകാനൊക്കെ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഇതൊരു ജ്വല്ലറി ഷോപ്പാണ്. പല വെറൈറ്റി ഓഫ് മാലകളും വളകളും. ഞാനധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഇയർ റിങ്സ് ഒക്കെ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ ഇയർ റിംഗ് ഒന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അവിടെ. പക്ഷേ ഈ മാലയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ അത് ഇടാറില്ല. ഞാൻ ഇയർ റിങ്സ് ഒക്കെ നോക്കി ചുമ്മാ മാലയൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഇറങ്ങി. പിന്നെ അവിടെ കണ്ടില്ലേ ഈ ഒറിജിനൽ ലബൂബാന്ന് എനിക്ക് തോന്നുന്നില്ല, കുറേ ഡ്യൂപ്ലിക്കേറ്റ് ലബൂബൂസൊക്കെ വിൽക്കാനോടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഷാൻലിയർ ഷോപ്സേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഈ നമ്മൾക്ക് ഈ ഗാർഡന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും പിന്നെ കർട്ടൻസിൻ്റെ വേണ്ടിയിട്ടുള്ള ഷോപ്സും അങ്ങനത്തെ നമുക്കൊരു വീടിന് വേണ്ടിയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും ടോയ് ഷോപ്സും ഇഷ്ടം പോലെ ടോയ് ഷോപ്സും അങ്ങനത്തെ കുറേ ഐറ്റംസ് വിൽക്കുന്ന സ്ഥലമാണത്. പിന്നെ നമുക്ക് ഇലക്ട്രിക് സാധനങ്ങൾ, ഈ നമ്മുടെ എന്താണ് പറയുന്നത്, ഇങ്ങനത്തെ സെൽഫി സ്റ്റാൻഡ്സും ഈ ഫൗണ്ടൻസ്, വാട്ടർ ഫൗണ്ടൻസ്, ഇൻഡോർ ഡെക്കോറിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടയാണ്. പിന്നെ ഇലക്ട്രിക് സാധനങ്ങൾ എന്നൊക്കെ പറയുന്നതിന് ഈ മൊബൈൽ ആക്സസറീസും TV ആക്സസറീസും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളുണ്ട്. ലൈറ്റ്സ് ഒക്കെ കിട്ടുന്ന കടയുണ്ട്. ക്യാമറാസ്, CCTV ക്യാമറാസൊക്കെ ഒത്തിരി കടകളുണ്ട്. പിന്നെ ഇതൊരു ഫൗണ്ടൻ ഷോപ്പായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്നപ്പം ഇതായിരുന്നു ഏറ്റവും വലിയ ഫൗണ്ടൻ ഷോപ്പ് ഞങ്ങൾ അവിടെ കണ്ടതിൽ. അവിടുത്തെ ഫൗണ്ടൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടും. ഇത്ര വലിയ വലിയ ഫൗണ്ടൻസ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഷോപ്പായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും ഫൗണ്ടൻസ് ഇരിക്കുന്ന ഷോപ്പുണ്ട്. ഇതൊരു ചൈനക്കാരുടെ ഷോപ്പ് തന്നെയായിരുന്നു. അവിടെ ഇരിക്കുന്ന എംപ്ലോയീസും ചൈനക്കാർ തന്നെയായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വില എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുന്നത്, ഒരു വലിയ ഫൗണ്ടൻ്റെ ഒക്കെ ഈ ചെടിയൊക്കെ വെച്ചിരിക്കുന്ന വലിയ ഫൗണ്ടൻസ് ഈ ചെറിയ കാണുന്നതിനൊക്കെ ഒരു 2000-3000 ദിറംസ് പറഞ്ഞാൽ ഏകദേശം ഒരു
10,70,000 രൂപയ്ക്ക് വരും. പക്ഷേ ഈ കാണുന്ന ഈ വലുത് ഒക്കെ ആണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയൊക്കെയാണ് ജസ്റ്റ് ഒരു ഫൗണ്ടന് മാത്രം. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടു, കുറേ കണ്ടൊക്കെ നടന്നു. അത്രയൊന്നും വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ട് സന്തോഷിച്ചിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടിറങ്ങി. എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് വാങ്ങാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ആ കടയിൽ നിന്ന് വെളിയിറങ്ങി. ഈ ഫൗണ്ടൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനലിനെ വെല്ലുന്ന പോലെയാണ്. നമുക്ക് വെടിയിലൊക്കെ പോകുമ്പോൾ വാട്ടർഫോൾസ് ഒക്കെ നമ്മൾ കാണത്തില്ലേ, അതുപോലത്തെ ഒരു ഭംഗിയും ശബ്ദവും അതിൻ്റെ സൗണ്ടും ഉണ്ട്. പിന്നെ ഈ ഒത്തിരി അവിടെ ക്രൗഡും ശബ്ദമായിട്ടാണ് നിങ്ങളെ ശബ്ദം ഞങ്ങൾ കേൾപ്പിക്കാത്തത്. അതിൻ്റെ ശബ്ദമൊക്കെ നമ്മൾ അടുത്തേക്കുമ്പോഴല്ലോ കേൾക്കാൻ നല്ല രസം. ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ കുഞ്ഞൊരു ഫൗണ്ടനുണ്ട്. അതിൻ്റെ തന്നെ ഞങ്ങൾ മോസ്റ്റ്ലി അത് ഓൺ ചെയ്താൽ വെച്ചേക്കുന്നത്. അതിൻ്റെ ശബ്ദം തന്നെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫൗണ്ടൻസ് ഭയങ്കര ശബ്ദമാണ്, നല്ല രസമാണ് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാൻ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഹോം ഡെക്കോഴ്സിൻ്റെ ഇഷ്ടം പോലെ ഷോപ്പുണ്ട്. അപ്പോൾ ഇതും ഒരു ഹോം ഡെക്കോറിൻ്റെ ഷോപ്പാണ്. വലിയ വലിയ കുറേ ഫ്രെയിംസ് നമുക്ക് വീട്ടിൽ വെക്കാവുന്നത്. പിന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ലബൂബു ഇഷ്ടം പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഒരു ലബൂബു വാങ്ങിച്ചപ്പോഴേ ഞാനൊരു ലബൂബു ഫാനായി. അപ്പം ഞാൻ വിചാരിച്ച് ഒരു 2 ചോട്ട ലബൂബും കൂടെ വാങ്ങാം. വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചൈന മാർക്കറ്റാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, ഒറിജിനൽ അല്ലായിരുന്നു. അതുകൊണ്ട് വലിയ വിലയൊന്നും കൊടുക്കാതെ തന്നെ വാങ്ങാൻ പറ്റി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ വന്നതേ റിംഗ് ലൈറ്റ് വാങ്ങാൻ. പക്ഷെ ഞങ്ങൾ പലയിടത്തും നോക്കി നടന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വാങ്ങാം, ഡിസൈഡ് ചെയ്യാം. വേറെ കുറച്ച് ഷോപ്സും കൂടെ വെളിയിലും കൂടെ നോക്കിയിട്ട് പിന്നെ ഇവിടെ നിന്ന് വാങ്ങണോ വേണ്ട ഡിസൈഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങളത് വാങ്ങാതെ പെർഫ്യൂമും ഈ ടോയും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളൊരു ട്രോളി പുള്ളിക്കാരനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇങ്ങനെ സാധനമൊക്കെ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പുള്ളി അത് കൊണ്ടുവന്ന് നടന്നുള്ളൂ. നമുക്ക് ഈ കവറൊക്കെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ കൊണ്ടുപോയതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ അകത്തൊരു 2-2.5 മണിക്കൂറെങ്കിലും നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ പോലും പറ്റിയില്ല. അപ്പം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ആ ഫൗണ്ടൻ്റെ ഫ്രണ്ടിലോട്ട് കുറച്ച് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് കാലുവേനയൊക്കെ ഒന്ന് മാറ്റി, കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ച് ഞങ്ങൾ കുറച്ചൊന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞങ്ങളുടെ വ്ളോഗ് എൻ്റെ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. ഇത് കാണിക്കാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച, ഈ ലൈറ്റ്സ്. നമുക്ക് ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ ഈ ഹാലോവീൻ ലൈറ്റ്സ് പോലെ ചെറിയ ചെറിയ ഈ മത്തങ്ങയുടെ ലൈറ്റ് പോലെ തൂങ്ങി കിടക്കുന്നതാണ് ഈ ചൈന മാർക്കറ്റ്, ഈ ചൈന ഡ്രാഗൺ മോട്ടിൽ പോകുന്ന വഴിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമുക്ക് ചൈനയിലൊക്കെ കാണാൻ പറ്റുന്ന ലൈറ്റാണ്. അപ്പോൾ ഇതൊരു വലിയൊരു സ്ട്രെച്ച് ഫുൾ ഈ ലൈറ്റാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി. ഈ രാത്രി വരുമ്പം കാണാം. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേർക്കടലിലൂടെ കാണുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ ലൈറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ വ്ളോഗ് എൻ്റെ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് പേർഷ്യൻ മലയാളി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.